ഈ കാണുന്ന 5.5 സെന്റിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിൽ നിങ്ങൾക്ക് 4 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു 4 കാറുകൾക്ക് വരെയുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ബിക്കോസ് നമുക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള വഴിയാണ് ഈ വീട്ടിലേക്ക് കിട്ടുന്നത്. ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സ്ഥലം എവിടെയാണെന്ന് അറിയണ്ടേ? എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിക്കടുത്ത് മഞ്ഞുമൽ എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയുന്നത്. ഇടപ്പള്ളിയിൽ നിന്ന് നമുക്ക് 5.6 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. കളക്ടറേറ്റ് ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 11 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 14. സൗത്ത് കളവശ്ശേരിയിലുള്ള രാജഗിരി സ്കൂൾ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു ലൊക്കേഷനാണ്. അവിടേക്ക് നമുക്ക് വെറും 3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ആലുവ ഭാഗത്തേക്ക് 11, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 5.5 സെന്റിൽ 1950 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും 4 കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ലെങ്തി ആയിട്ടുള്ള വഴി തന്നെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് 4 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കാറിനുള്ള പാർക്കിംഗ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ പോർച്ചിന്റെ അണ്ടറിൽ കിട്ടുന്നുണ്ട്. വീട് ഭംഗിയുള്ള എലിവേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള പെയിന്റ്സും നല്ല ടെക്സ്റ്റൈൽ വർക്കുകളും ഒക്കെ കൊടുത്ത് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് എലിവേഷനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കവേർഡ് ആയിട്ടുള്ള പോർച്ച് കിട്ടുന്നത്. നമ്മളുടെ ഗേറ്റ് തുടങ്ങി ഈ ഒരു ഭാഗത്ത് എത്തുന്നത് വരെയുള്ള ഈ ഒരു കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ ഉള്ള ഓൾറെഡി മണ്ണ് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ചെടികളൊക്കെ നടാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിലും ഫ്ലോറിൽ കംപ്ലീറ്റ് ആ ഒരു മണ്ണ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കിണർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിന്റെ റൂഫ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പില്ലർ നോക്കുവാണെങ്കിലും ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ്, ബ്ലാക്ക് കളറാണ് വരുന്നത്. 1-2 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. വീടിന്റെ ദർശനം നോക്കുവാണെങ്കിൽ കിഴക്കോട്ടാണ്, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വരുന്നത്. ഡോറുകൾ ഇതേ മോഡലിലാണ് 2 ഓപ്പൺ ചെയ്യാവുന്ന ഭംഗിയുള്ള ഡിസൈനിലാണ് ഡോർ വരുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ ആദ്യം നോക്കാം. ഗ്രേ കളറാണ്, നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ തന്നെ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കാണാം. ഭംഗിയായിട്ടാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. പാനലിംഗ് വർക്കുകളൊക്കെ വരുന്നുണ്ട്. താഴെ നോക്കുവാണെങ്കിൽ കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ആ സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ആ വുഡൻ ഡിസൈൻ ഉള്ള ടൈലാണ് സ്റ്റെപ്പുകളിലൊക്കെ ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസും ടഫ് ആൻഡ് ഗ്ലാസും ആണ്. ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിയാൽ ഹാൻഡ് റൈൽസ് പോലെ തന്നെയാണ് LED സ്ട്രിപ്പുകൾ ഇട്ടിരിക്കുന്നത്. ഇത്രയും വലിയ ഡൈനിങ് ഹാളുകൾ സാധാരണ വീടുകൾ നിങ്ങൾ കാണുന്നത് കുറവാണ്. എത്ര വലിയ ഡൈനിങ് ടേബിൾ, 2 ഡബിൾ ഡൈനിങ് ടേബിൾ ഒക്കെ ഇടാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. 17 അടി നീളവും 9.5 അടി വീതിയും കിട്ടുന്ന വലിയൊരു ഡൈനിങ് ഏരിയ ആണ് ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗത്ത് ഇൻവെർട്ടേഴ്സിനുള്ള പോയിന്റ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ 2 ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിന്റെ ആ ഒരു ഭാഗം എല്ലാം ഡബിൾ ഹൈറ്റഡ് ആണ്. ബാക്കി വരുന്ന റൂഫ് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനുകളും LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഒക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു പോർഷനിലെ റൂഫിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പെയിന്റിങ്സും ഡിസൈനും എല്ലാം കൊടുത്ത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു ഫാൻ ഫിറ്റിംഗും കിട്ടുന്നുണ്ട്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഗ്രേ കളർ ഗ്രാനൈറ്റ് തന്നെയാണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് വരുന്നത്. ഭംഗിയുള്ള ഡിസൈനിലാണ് വാഷ് ബേസിൻ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ മിറർ വരുന്നുണ്ട്, വാൾപേപ്പർ വരുന്നുണ്ട്, ടൈലിന്റെ ഡിസൈൻ വരുന്നുണ്ട്. അതുകൂടാതെ ഷെൽഫ് ഫെസിലിറ്റിയും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. താഴെ ഭാഗത്ത് നോക്കിയാലും നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് കിച്ചൺ കിട്ടുന്നുണ്ട്. കിച്ചന്റെ ഡോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലോസ്ഡ് കിച്ചൺ ആണ് വരുന്നത്. നല്ല ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള കളറുകളിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് കൊടുത്തിരിക്കുന്നത്. 3 ലെയറിൽ, മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. 2 സൈഡിലായിട്ടാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഡിസൈൻ ഉള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും കിട്ടുന്നുണ്ട്. കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് റൂഫും സൈഡും എല്ലാം കവർ ചെയ്തൊരു വർക്ക് ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു അലക്കുകല്ല് ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. സാധാരണ വീടുകളിൽ ഇല്ലാത്തൊരു കാര്യം കൂടിയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോ വാഷിംഗ് മെഷീൻ താഴെ വെക്കണമെങ്കിൽ അതിനുള്ളൊരു പോയിന്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. കിച്ചണിന്റെ അടുത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം. അത് തന്നെ കണ്ടു നോക്കാം. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 10.5 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂം ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ആ ഭാഗത്ത് 2 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമാണ് വരുന്നത്. രണ്ടിന്റെയും മിഡിൽ പോർഷനിലായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നിങ്ങൾക്ക് വാർഡ്രോബുകൾ കിട്ടുന്നത്. റൂഫിൽ നോക്കിയാൽ ഭംഗിയുള്ള ഡിസൈനുകളും ലൈറ്റും ഫാൻ ഫിറ്റിംഗ്സും കിട്ടുന്നുണ്ട്. ഈ ഒരു വോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈനിലുള്ള വാൾപേപ്പർ ആണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടി കിട്ടുന്നുണ്ട്. താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് കണ്ടു നോക്കാം. ഈ ഒരു ബെഡ്റൂമിനകത്ത് നമ്മൾ നേരെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഡിസൈനിലുള്ള വാൾപേപ്പർ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. 10.5 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. വാർഡ്രോബുകൾ നോക്കിയാൽ ഈ ഒരു ഭാഗത്താണ്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരാതെ അകത്തേക്ക് തള്ളിയിട്ടാണ് പടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിന് നല്ല വലിപ്പം കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും അതിനടുത്തായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. റൂഫിലും നല്ലൊരു ഡിസൈൻ ആണ്. ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും കിട്ടുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെയും ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. രണ്ടാമത്തെ ബാത്റൂമിനകത്ത് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് ബാക്കിയുള്ള 3 വിൻഡോസും ആണ് കിട്ടുന്നത്. നമ്മൾ നേരെ കയറി വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഇത്രയും സ്പേസ് നിങ്ങൾക്ക് അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ള പെയിന്റിങ്ങും ഡിസൈനും പാനലിംഗ് വർക്കുകളും ഒക്കെയാണ് വരുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം ആവശ്യത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ഈ ഒരു വോളിലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു പെയിന്റിംഗ് ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. TV വെക്കാനുള്ള നമ്മൾക്ക് പവർ പ്ലഗ് കാര്യങ്ങളും പോയിന്റ് വരാനുള്ള എല്ലാം തന്നെ ഹോൾസ് എല്ലാം തന്നെ ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. തുറന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ടെറസ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി നോക്കുവാണെങ്കിൽ നമുക്കിനി ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. 11 അടി നീളവും 11 അടി വീതിയിലുമാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു വോള് നോക്കിയാൽ നല്ല ഡിസൈനോട് കൂടിയ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ ഇവിടെയാണ്. ഇവിടെയും പുറത്തേക്ക് പ്രൊജക്ഷൻ വരാതെ തന്നെയാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. റൂഫിലും നല്ലൊരു ഡിസൈനും പെയിന്റിങ്ങും ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗും എല്ലാം വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള കളർ കോമ്പിനേഷനുകളിലാണ് ഇവിടെയും ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂമിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം കാണാനുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നാലാമത്തെ ബെഡ്റൂമിലേക്കും ബാൽക്കണിയിലേക്കൊക്കെ പോകുന്ന വഴിക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു പാസേജ് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത്. 11.5 അടി നീളവും 11 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. രണ്ട് ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഈ ഒരു വോളിലും നല്ലൊരു ഡിസൈനിലാണ് വാൾപേപ്പർ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാർഡ്രോബുകൾ വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ നല്ല ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും നല്ല കോമ്പിനേഷനുകൾ തന്നെയാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. റൂഫ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാൽക്കണിയുടെ ഈ ഒരു വോള് നോക്കിയാലും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിനൊക്കെ അടുത്താണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 5.5 ആണ് ലാൻഡ് അളവ് വരുന്നത്. 5.5 സെന്റിൽ 1950 സ്ക്വയർ ഫീറ്റിൽ 1950 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയിട്ട് 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വെൽ വാട്ടർ ഉണ്ട്. 4 കാറുകൾക്ക് വരെയുള്ള പാർക്കിംഗ് സ്പേസ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,05,00,000 രൂപയാണ്. 1.05 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ലോൺ വ്യവസ്ഥയിൽ ഈ വീട് സ്വന്തമാക്കണമെങ്കിലും മാർബിൾ ഹോംസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.
ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട. ഇടപ്പള്ളിക്കൊക്കെ വളരെ അടുത്താണ്. അതുപോലെ തന്നെ സൗത്ത് കളമശ്ശേരിയിലുള്ള രാജഗിരി സ്കൂളിലേക്കും ഈസി ആക്സസ് ആണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.